കാൽസ്യം കൂട്ടാനും തരിപ്പ്, മരവിപ്പ്, നീർക്കെട്ട് എന്നിവ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും വൈറ്റമിൻ ഡി, കാൽസ്യം എന്നിവയുടെ കുറവ് മൂലം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ല് ഫ്രാക്ചറായി ഇന്ന് കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. നേരത്തെയൊക്കെ ഒരു ഏജ് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, വൃദ്ധന്മാരായ ആളുകളായിരുന്നു വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടി എന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ടത്. ഇന്ന് നമ്മുടെ നാടുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ ഇവ രണ്ടും അബ്സോർപ്ഷൻ നടക്കില്ല. വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിൽ കാൽസ്യവും അബ്സോർബ് ചെയ്യില്ല. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുമൂലം തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് എല്ലുകളുടെ ഫ്രാക്ചർ, അതായത് എല്ല് പൊട്ടുക എന്നുള്ളൊരവസ്ഥ. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിൻ്റെ പ്രത്യേകതകൾ, വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നതിനെ പറ്റി നോക്കാം. വൈറ്റമിൻ ഡിൻ്റെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സോഴ്സാണ് സൂര്യപ്രകാശം എന്നുള്ളത്. അത് തന്നെ എപ്പോഴത്തെ വെയിൽ കൊണ്ടാലാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുക എന്നുള്ളത് വെച്ചാൽ രാവിലെ മോർണിംഗ് ആയിട്ടുള്ള 10 മണിയുടെയും 3 മണിയുടെയും ഉള്ളിലുള്ള വെയിൽ തട്ടുമ്പോഴാണ് നമുക്ക് എപ്പോഴും വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ സ്കിന്നിൽ ഉണ്ടാവുക. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുക. ഇത്തരത്തിൽ ഈ വൈറ്റമിൻ ഡി നമുക്കറിയാം, പലപ്പോഴും ഈ സൂര്യപ്രകാശം കിട്ടിയ പല ആളുകൾക്കും ചിലപ്പം വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള വ്യത്യാസം മൂലം തന്നെ നമ്മുടെ കരളിൻ്റെയും കിഡ്നീൻ്റെയും ഒക്കെ പ്രവർത്തനം പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ലാത്തതിനാലാണ് ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് ഇന്ന് കാണിക്കാറുള്ളത്. മറ്റൊന്ന്, നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണമുള്ള വ്യക്തികളിൽ, നമ്മുടെ ചർമ്മത്തിൻ്റെ ഇരുണ്ട ചർമ്മമുള്ള ആളുകളിൽ ഈ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കാറുണ്ട്. വൈറ്റമിൻ ഡി കൂടുതലായിട്ട് നമ്മുടെ സൂര്യപ്രകാശത്തിൽ കൂടിയാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടി നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാറുണ്ട്. അതിലാണ് പാലുൽപ്പന്നങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, നമ്മുടെ മഷ്റൂം, കൂൺ എന്നറിയുന്ന സാധനം ഒക്കെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ മുട്ടയുടെ മഞ്ഞ, ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. നമ്മുടെ ലിവർ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലും വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, ഉറക്കക്കുറവ് ഉണ്ടാവുക, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഉത്കണ്ഠ, അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥ, നമ്മുടെ എല്ലുകൾക്കൊക്കെ ഒരു ബലം ഇല്ലാത്ത പോലെ, നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയും പെയിൻ ഫീൽ ചെയ്യുക, ഇതൊക്കെ വൈറ്റമിൻ ഡിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. വൈറ്റമിൻ ഡി കുറവുള്ള വ്യക്തികളിൽ കാണിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അമിതമായിട്ട് ദേഷ്യം വരിക, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ക്ഷീണം ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ മസിലുകളിൽ വീക്ക്നെസ് ഫീൽ ചെയ്യുക, ഹെയർ ഫോൾ ഉണ്ടാവുക, എപ്പോഴും അസുഖങ്ങൾ വരിക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ നിങ്ങളൊരു 5 എണ്ണം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെറം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. വൈറ്റമിൻ ഡിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കാൽസ്യം. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, മസിലുകളിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാവുക, അതുപോലെ തന്നെ ചർമ്മം ഡ്രൈ ആയിട്ട് മാറുക, ഹാലൂസിനേഷൻ, മറവി രോഗം, അതായത് നമുക്ക് ഹാലൂസിനേഷൻ, നമ്മൾ കാണാത്തത് കണ്ട് എന്ന് തോന്നുക, പെട്ടെന്ന് തന്നെ നമുക്ക് മറവി വരിക. ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ കാണിക്കുക. നമുക്കറിയാം, നഖങ്ങൾ ഇങ്ങനെ ബ്രിട്ടിൽ നെയിൽസ് എന്ന് പറയും, നഖങ്ങൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വൈറ്റമിൻ ഡിയോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസികളും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാൽസ്യം ഡെഫിഷ്യൻസി, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതെന്നാണ് ശരീരത്തിൽ അവിടെ ഇവിടെയും വേദന ഉണ്ടാവുക, നീർക്കെട്ട് വരിക എന്നിവയൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാൽസ്യം റിച്ച് ആയിട്ടുള്ള, അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ മത്തി, കോഡ് ലിവർ ഓയിലുകൾ, എള്ള്, ബദാം തുടങ്ങിയവയൊക്കെ നമ്മുടെ കാൽസ്യം റിച്ച് ആയിട്ടുള്ളവയാണ്. അപ്പോൾ അവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞു, വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ളവയെ നമ്മുടെ സൂര്യപ്രകാശമാണ്, അതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങളും പറയേണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ളതുമായുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം കൃത്യസമയത്ത് ഏൽക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം.
ഡ്രഗാണ്. ഇത്തരത്തിലുള്ള ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന തരിപ്പ് മരവിപ്പൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് മസിൽ കോച്ചിപ്പിടുത്തം തരിപ്പൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യം പറയണ്ടായി. അവ മാറ്റുന്നതിന് വേണ്ടി നമുക്കൊരു 3 സീഡ്സുകൾ ഉപയോഗിച്ചാൽ തന്നെ അവ നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്ലാക്സീഡ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി നമ്മുടെ ചട്ടിക്കകത്തിട്ട് നന്നായി ഡ്രൈ ആക്കി പൊടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ നല്ല തൈരിനകത്ത് മിക്സ് ചെയ്തിട്ട് ദിവസവും രാവിലെ കഴിക്കുക. ഇത്തരത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ കാൽസ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മേക്കപ്പ് ചെയ്യാൻ പറ്റുകയും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് നമ്മുടെ പംകിൻ സീഡ്സ്, അതായത് മത്തൻ്റെ കുരുവിനകത്ത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമൂലം തന്നെ അവ പൊട്ടാസ്യം അടങ്ങിയതിനാൽ തന്നെ നമുക്ക് ധാരാളം കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ മസിലുകൾക്കൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മസിലുകളിലുള്ള നീർക്കെട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പംകിൻ സീഡ്സ്, മത്തൻ്റെ കുരു രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ഇതും അതുപോലെ തന്നെ മത്തൻ്റെ കുരു അല്പം പൊടിച്ചിട്ട് തൈരിനകത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്നാണ് നമ്മുടെ സൺഫ്ലവർ സീഡ്സ്, അതായത് സൂര്യകാന്തി ചെടിയുടെ വിത്തുകൾ. ഈ സൂര്യകാന്തി ചെടിയുടെ വിത്തുകൾ നമ്മൾ തൈരിൽ ചേർത്തിട്ട് രാവിലെ കഴിക്കേണ്ടത്, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം കഴിക്കുന്നത്. ഇത്തരത്തിൽ കാൽസ്യം കുറയുന്നത് മൂലമുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കോച്ചിപ്പിടുത്തം മരവിപ്പൊക്കെ കുറയ്ക്കുന്നതിനും നമ്മെ സഹായിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി, കാൽസ്യത്തിൻ്റെ കുറവാണോ എന്ന് ഫീൽ ചെയ്തിട്ട് അതിനുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ആണോ എന്ന് സംശയിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവ കുറവില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനനുസരിച്ചുള്ള ചികിത്സ ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുമൂലം തന്നെ വളരെ കുറഞ്ഞ കാലഘട്ടം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനുള്ള വളരെ ഫലപ്രദമായിട്ട് അവ ട്രീറ്റ് ചെയ്യാൻ സാധ്യമാവുന്നതാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.